വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 42-ാം പുസ്തകമാണ്. 3 അധ്യായങ്ങളിലായി വിവരിക്കുന്ന ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം. പ്രവാചകൻ ദൈവത്തോടുള്ള ചോദ്യങ്ങളും പ്രാർത്ഥനകളും എന്ന രൂപത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ദുഷ്ടർ വിജയിക്കുകയും നീതിമാൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രവാചകൻ ചോദിക്കുന്നു, ദൈവമേ, നീതിയില്ലായ്മ എന്തുകൊണ്ട് അനുവദിക്കുന്നു? എന്തുകൊണ്ട് ദുഷ്ടർ വിജയിക്കുന്നു എന്ന് തോന്നുന്നു? ദൈവം മറുപടി നൽകുന്നത്, ദുഷ്ടർ ഒരിക്കലും നിലനിൽക്കില്ല, അവരുടെ അഹങ്കാരം നാശത്തിലേക്ക് നയിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന മഹത്തായ സന്ദേശമാണ്. ഒടുവിൽ ദൈവത്തിന്റെ നീതി, മഹത്വം, രക്ഷ എന്നിവയിലേക്ക് നയിക്കുന്നു. വിശ്വാസത്തിന്റെ മഹത്തായ സ്തോത്രത്തോടെ ഈ പുസ്തകം അവസാനിക്കുന്നു. ഹബക്കൂക്ക് 1-ാം അധ്യായത്തിൽ പ്രവാചകന്റെ ചോദ്യങ്ങളും ദൈവത്തിന്റെ ആദ്യ മറുപടിയും വിവരിക്കുന്നു. ഹബക്കൂക്ക് രാജ്യത്തിൽ നടക്കുന്ന അക്രമം, അനീതി, തർക്കം എന്നിവ കണ്ട് ദുഃഖിക്കുന്നു. ദൈവത്തോട് ചോദിക്കുന്നു, നീ എത്ര കാലം മൗനം പാലിക്കും? ദൈവം മറുപടി നൽകുന്നു, ബാബിലോണിലെ ഞാൻ ഉപകരണമായി ഉപയോഗിച്ച് ദുഷ്ടതയെ ശിക്ഷിക്കും. എന്നാൽ ഇത് ഹബക്കൂക്കിനെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു. ദൈവമേ, നീ നീതിമാന്മാരെക്കാൾ ദുഷ്ടരായവരെ ഉപയോഗിക്കുമോ? കർത്താവെ, എത്രനാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും? എത്രനാൾ അക്രമമെന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? ഹബക്കൂക്ക് 1-ാം അധ്യായം 2-ാം തിരുവചനം. എന്റെ ദൈവമേ, അങ്ങ് അനാദി മുതൽ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. കർത്താവെ, അങ്ങ് അവരെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു. അഭയശിലയായവനെ, അങ്ങ് അവരെ ശിക്ഷയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു. ഹബക്കൂക്ക് 1-ാം അധ്യായം 12-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.